അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ്. അതായത് സ്വിറ്റ്സർലാൻഡിലെ ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് പക്ഷെ റാൻഡം ഡേ അല്ല, ഇന്ന് നമ്മുടെ ക്ലീനിങ് ഡേ ആണ്. അപ്പൊ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വലുതേപ്പൊക്കെ കഴിഞ്ഞ് രാഹുലേട്ടനെ ഓഫീസിലോട്ട് പറഞ്ഞൊക്കെ ഇട്ടു. ലഞ്ച് ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് വേഗം അത് ലഞ്ച് ബോക്സിലാക്കി അടച്ച് ബാഗിലിട്ട് രാഹുലേട്ടന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കിട്ടു. ഇനി അടുത്ത പരിപാടി എന്ന് പറയണത്, നമുക്കവിടെ ഒരാളുണ്ടല്ലോ ജാൻവി, ആളെ ഒന്ന് പല്ല് തേപ്പിക്കുക. അപ്പോ കമോൺ. അപ്പോ നല്ല ലൈറ്റല്ലേ, അതുകൊണ്ട് ഇവിടെ വന്നതാ. മാഡത്തിന്റെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി ഉള്ള പരിപാടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മളുടെ ക്ലീനിങ് ഡേ ആയതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് മടിയാണ്. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറയുന്നത് ഗോതമ്പ് ദോശ. നാട്ടിൽ നിന്ന് കുറച്ച് പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പൊടിയും ഗോതമ്പ് ദോശയും ആണ് ഇന്നത്തെ മെനു. പിന്നെ മാഡം കുറച്ച് ഹെൽത്തി ആയതുകൊണ്ട്, ഹെൽത്തി ഫുഡ്സ് കഴിക്കുന്നതുകൊണ്ട് മാഡത്തിന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കും. നോക്കാം ഇന്ന് നമുക്ക് മാഡത്തിന് എന്താ കഴിക്കാൻ ആഗ്രഹം. മാഡത്തിന് എന്താ കഴിക്കാൻ ആഗ്രഹം എന്ന് മാഡത്തിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കൊടുക്കാം. ഹലോ, ടി വി കാണുവാണോ? എന്താ വേണ്ടത് കഴിക്കാൻ? പിന്നെന്താ വേണ്ടത്? ദോശയും ഫ്രൂട്ട്സും ബീട്രൂട്ട് ആണോ വേണ്ടത്? ഓക്കെ, ബൈ. അപ്പൊ ഇത് നമ്മുടെ തങ്കത്തിനുള്ള ഗോതമ്പ് ദോശ. ഇത് ഇന്നലത്തെ ചിക്കൻ കറി എനിക്ക് കുറച്ച് ബാക്കിയുണ്ട് ദോശ കഴിക്കാൻ. പിന്നെ ഇതാണ് തങ്കം പറഞ്ഞ തങ്കത്തിന്റെ ബീട്രൂട്ട്. ഇന്നലെ തന്നെ കറി വെച്ചത് കൊണ്ട് അതും തങ്കത്തിനായി. So this is Janvi's breakfast. Godamba dosha, cashew, then mango, beetroot. ഇതാണ് ജാൻവിയുടെ ബ്രേക്ക്ഫാസ്റ്റ്. ആഹാ, ഇവിടെ കയറി ഇരിക്കുവാണോ? എന്ത് പറ്റി? പാലക്കാട് പോണോ? പോവാട്ടോ, കഴിക്കൂ. ഓക്കെ, എന്തൊക്കെയാണത്? എന്തൊക്കെയാണത്? യമ്മിയാണോ? ഓക്കെ, ബൈ. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത പണിയിലോട്ട് കിടക്കാം. അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് അലക്കാം. ഒരാഴ്ചത്തെ തുണി ഉണ്ട് അലക്കാൻ. അപ്പോൾ അലക്കല് നമ്മൾ താഴെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഡ്രയർ ഉണ്ട്. അപ്പം നമ്മൾ നേരെ തുണി കൊണ്ട് നമുക്ക് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടാം. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? തുണി എടുക്കണം. അവിടെ ഇവിടെ എല്ലാവിടെയും കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എടുക്കാം. ഇതാണ് നമ്മൾ തുണി ഇട്ടുകൊണ്ട് പോകുന്ന കവർ. നമ്മൾ 3rd ഫ്ലോറിലാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകണം. ഗ്രൗണ്ടല്ല, ബേസ്മെന്റിലോട്ട് പോകണം. അപ്പോൾ തുണി ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊണ്ട് പോവാം. അപ്പൊ ഇത്ര ഡ്രസ്സേ ഉള്ളൂ, കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ. എവിടെ നനച്ചിടാൻ പോയാലോ? എവിടേക്ക്? എവിടെയാ നനച്ചിടാൻ പോണ്? സ്റ്റെപ്പ് ഇറങ്ങി പോവോ? ഓക്കെ, ഇറങ്ങി താഴോട്ട് പോകും. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. നമ്മളിങ്ങനെ ഇറങ്ങി പോണം. ഇറങ്ങി പോവും. ഇതാണ് നമ്മുടെ ബേസ്മെന്റ് ഏരിയ. വാഷിംഗ് മെഷീൻ ആൻഡ് ഡ്രയർ. തങ്കം എന്താ ചെയ്യണേ? ഒറ്റയ്ക്കിടാണോ? അപ്പോ തങ്കം ബേക്കായോ? അമ്മമ്മോ. അപ്പൊ നമ്മളെല്ലാം വാഷിംഗ് മെഷീൻ്റെ ഉള്ളില് ഇട്ട് കഴിഞ്ഞോ? വാഷിംഗ് മെഷീൻ്റെ ഉള്ളില്
എല്ലാം ഇട്ട് കഴിഞ്ഞു നമ്മൾ. ഇനി നമ്മളിവിടെ നമ്മളുടെ കോഡ് അടിച്ചിട്ട് മെഷീൻ ഓണാക്കണം. ഓക്കെ, ഇത് തങ്കത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ്. വാഷിംഗ് മെഷീൻ ഓണായി കഴിഞ്ഞാൽ അതൊന്ന് തിരിയണത് കാണണം, വെള്ളം വരുന്നത് കാണണം. പക്ഷേ ഇത് തങ്കത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇതിലിപ്പോൾ നമുക്ക് അതിൽ കാണുന്ന പോലെ 30 minutes എടുക്കും വാഷിംഗ് മെഷീൻ ഫുള്ള് പണിയെടുത്ത് കഴിയാൻ. അലക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ മെസ്സേജ് വരും. 30 minutes കഴിഞ്ഞാൽ മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ നേരെ വാഷിംഗ് മെഷീൻ എടുത്തിട്ട് നേരെ ഡ്രയറിലിടും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി സ്റ്റെപ്പ് കയറി പോവുകയാണ്. ഇവിടെ ഒരു 52 സ്റ്റെപ്പുണ്ട് നമ്മുടെ ഫ്ലാറ്റിലോട്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ രണ്ടാളും കൂടെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. 52 സ്റ്റെപ്പ് കയറി വന്ന ക്ഷീണത്തിലിരിക്കുകയാണ് ഗൈസ്. ഇനിയുണ്ട് കുറേ പണികൾ. ഇനി തങ്കത്തിൻ്റെ മേല് കഴുകണം, പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം, ദെൻ ലഞ്ച് ഉണ്ടാക്കണം, ക്ലീൻ ചെയ്യണം, കുളിക്കണം, ഡിന്നർ ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത പണി തക്കത്തിൻ്റെ മേല് കഴുകി റെഡിയാക്കുന്നതാക്കാം. അതിപ്പോൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ തങ്കത്തിൻ്റെ മേല് കഴുകി റെഡിയാക്കി വൈകുന്നേരം ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനാണ് പ്ലാൻ. സോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേനും ഫോണിൽ കുറച്ച് ചാർജ് ആവും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉച്ചവരെയുള്ള എൻ്റെ പരിപാടി. ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഉച്ചവരെ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാൻവിനെ റെഡിയാക്കി കുറച്ച് ബിസിനസ് ടോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ വാഷിംഗ് മെഷീനിലിട്ട് അരമണിക്കൂർ അത് അതിക്രമിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ വാഷിംഗ് മെഷീനിൽ പോയി തുണിയെടുത്ത് ഡ്രയറിലിട്ട് തരാം. അതാണ് നമുക്കൊരു 1.5 മണിക്കൂർ സമയം കിട്ടും. ആ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാം, അല്ല ലഞ്ച് ഉണ്ടാക്കാം. ഗോതമ്പ് ദോശ ആൻഡ് പൊടി, അതാണ് നമ്മുടെ ലഞ്ച്. നമ്മൾ സുന്ദരിക്കുട്ടി നടന്നു വരുന്നുണ്ട്. ഹായ് ഹായ്. അപ്പോൾ അതാ നമ്മളുടെ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രയറിലെടുത്തിടാം. ഹലോ മാഡം, ഇവിടേക്ക്, ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുക, അവിടേക്ക് ഇടാം. ഇനി അടുത്തത് അതാണ് നമ്മുടെ പണി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ മത്സരിച്ച് സ്പീഡിൽ വേഗം വാഷിംഗ് മെഷീനിൽ നിന്ന് ഡ്രയറിലോട്ട് തുണികൾ മാറ്റി. 52 സ്റ്റെപ്പ് നമ്മൾ 52 സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം ഗൈസ്. അപ്പോൾ എൻ്റെ ലഞ്ച് കഴിഞ്ഞു. ഇനി ലഞ്ച് കഴിക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്താ ചെയ്യണേ? എന്താ കഴിക്കണേ? ആ, ചോറും ബീട്രൂട്ടാണോ? എങ്ങനെ കഴിക്കാൻ നോക്കട്ടെ. അത് പോയി. 2000 years later. എത്ര നേരമായി കഴിക്കാൻ തുടങ്ങിയിട്ട്? മതിയായോ? വയറ് നിറഞ്ഞോ? ബീട്രൂട്ട് കഴിക്കുന്നുണ്ടോ? മതിയായോ? ഓക്കെ. ഉറങ്ങി എണീറ്റാ എപ്പോഴാ ഉറങ്ങണം? ഇപ്പൊ ഉറങ്ങണ്ടോ? അതോ രാത്രിയാണോ ഉറങ്ങണത്? ആ, ഇപ്പൊ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാ ബന്ന് തരാം, പഫ്കോൺ തരാം, പിന്നെ ആപ്പിൾ തരാം. ജാൻവി മാഡത്തിന്റെ ഫുഡിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് മാഡത്തിന്റെ ഫുഡിങ് കഴിഞ്ഞത്. അപ്പൊ അതിൻ്റെ ഇടയിൽ കുറച്ചു നേരം വീട്ടിൽ വിളിച്ച് സംസാരിച്ചു.
പിന്നെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കൽ പരിപാടികളൊക്കെ നടന്നു. ഇനി നമ്മൾ ഒരു കാര്യം പകുതി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഡ്രയറിൽ കൊണ്ടിട്ട തുണി ഒന്ന് എടുത്തോണ്ട് വരണം. അപ്പോ ലെറ്റ്സ് ഗോ. അവിടെ ഇരുന്നോളൂ, അമ്മ അപ്പൊ താഴെ പോയിട്ട് വരാ. ഓക്കെ, ബൈ ബൈ. അവിടെ ഇരുന്നോളൂ. നല്ല ചൂടോടെ കിട്ടിയിട്ടുണ്ട് സാധനങ്ങൾ. ഇനി ഇത്രയും സാധനം തൂക്കി മുകളിലോട്ട് വെക്കാം. ഇനി ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമുക്ക് 1 by 1 മടക്കി അവരവരുടെ വാർഡ്രോബില് മാറ്റി മാറ്റി വെക്കാം. അങ്ങനെ ഓരോരോ തുണികളായി എടുത്ത് ഞാൻ ഇരുന്നും നിന്നും എല്ലാം മടക്കി മടക്കി വെച്ചു. അങ്ങനെ നമ്മൾ പകുതി സാധനങ്ങൾ മടക്കി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ, സോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കബോർഡിൽ കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ കയറ്റാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നമ്മുടെ ശരിക്കുള്ള ക്ലീനിങ് പരിപാടി തുടങ്ങാം. ഫസ്റ്റ് ക്ലീനിങ് കിച്ചണാണ്. ഫുൾ പാത്രങ്ങളാണ് കഴുകാൻ. 2 ദിവസത്തെ പാത്രങ്ങളുണ്ട് കഴുകാൻ. 2 ദിവസത്തെ പാത്രം പറഞ്ഞാൽ അങ്ങനെയല്ല, ഇന്നലെ രാത്രി കുറച്ച് പാത്രങ്ങൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഉച്ചക്കത്തെ പാത്രങ്ങൾ കുറച്ച്, അങ്ങനെ 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 കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ നമുക്കത് കഴുകി കിച്ചൺ ക്ലീൻ ചെയ്യാം. ആദ്യം തന്നെ പാത്രം കഴുകി തുടങ്ങാം. നമുക്ക് ഐശ്വര്യമായിട്ട് പാത്രം കഴുകി നമുക്ക് തുടങ്ങാം. അങ്ങനെ ഒറ്റയ്ക്ക് പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോഴാണ് തങ്കം വന്നത്. പിന്നെ തങ്കത്തിൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ച് തങ്കം ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പിന്നെ എന്തൊക്കെയോ ഇടയിൽ കൂടെ ഇങ്ങോട്ട് വന്ന് ഫോണിൽ നോക്കി കലവില പറയുന്നുണ്ടായിരുന്നു. അതാണോ വീഡിയോ? നിക്കണോ പണി ചെയ്യണോ? ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞു. കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്റ്റവ് ക്ലീൻ ചെയ്തു, സിങ്ക്, പാത്രങ്ങൾ കഴുകി, പിന്നെ ഇവിടെയൊക്കെ തുടച്ചു. അതാണ് നമ്മുടെ കിച്ചൺ ക്ലീനിങ്. ഇനി നമ്മൾക്ക് ഇവിടെ കിടക്കുന്ന എല്ലാ സാധനങ്ങളും അതിൻ്റെതായ സ്ഥലങ്ങളിൽ അടുക്കി പെറുക്കി വെച്ച് വാക്യൂം ചെയ്ത് ബാത്റൂം ക്ലീൻ ചെയ്ത് തുടയ്ക്കാം. എങ്ങോട്ടാ ബാഗൊക്കെ തൂക്കിയിട്ട്? പെറുക്കി വെക്കാണോ? ഓക്കെ ഓക്കെ, ഗുഡ് ഗേൾ. പോയി പെറുക്കി വെക്കൂ. അപ്പൊ നമ്മള് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ഓൾറെഡി ടോയ്ലറ്റിത്തെ എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെച്ച് ഇവിടെ മൊത്തം ലിക്വിഡൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, ആ പിങ്ക് കളർ സം ലിക്വിഡ്. അത് പക്ഷെ ഭയങ്കര സ്ട്രോങ് ലിക്വിഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സോ ഞാൻ പോയി അടുക്കി പെറുക്കി വെക്കട്ടെ. അങ്ങനെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ച് തങ്കത്തിന് ബെഡ്റൂമിൽ കുറച്ച് ടോയ്സും കൊടുത്ത് അവിടെ ഇരുത്തി. ബിക്കോസ് അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ അവൾ വന്നിരുന്ന് ഡസ്റ്റ് അലർജി ആവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുവാണ് ഗൈസ്. ഫോണിൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞത് അറിയാതെ ഞാൻ ഇത്ര നേരം ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹാള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ കിച്ചണും ക്ലീൻ ചെയ്തു, വാക്യൂം ചെയ്തു. ഇനി ബാക്കി ബെഡ്റൂമും ബാത്റൂമും മാത്രമേ ഉള്ളൂ. അതും കൂടെ ക്ലീൻ ചെയ്ത് നമുക്ക് ബാത്റൂം കഴുകണം. ബാത്ത് ടബും ക്ലോസറ്റും വാഷ് ബേസിനും എല്ലാം കഴുകണം. പിന്നെ തുടയ്ക്കണം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ബാക്കി പണിയും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാക്യൂം ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പ്രോസസ്സാണ് ബാത്റൂം ക്ലീനിങ്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ബാത്റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് തുടക്കൽ. അപ്പൊ നമുക്ക് പോയി തുടച്ചാലോ? ഇപ്പോഴാണ് ക്ലീനിങ് ഒക്കെ ചെയ്യാനൊരു സുഖം. കാരണം തങ്കത്തിനോട് തങ്കം അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ തങ്കം അവിടെ ഇരുന്നോളും. കഴിഞ്ഞ തവണത്തേക്ക് പോലെ വെറുതെ പണി ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ വന്ന് നമ്മൾ ശല്യം ചെയ്യില്ല. നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇവിടെയൊക്കെ മാറ്റ് ഇടണം.
ഇത് ഇവിടെ നോക്കണ്ട, ഇത് ജാൻവിയുടെ സ്പേസ് ആണ്. ജാൻവി അപ്പൊ തന്നെ അതിനെ ഫുൾ വലിച്ചിട്ടു. എന്താ എന്താ? അപ്പോ അമ്മന്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി അമ്മ എന്ത് ചെയ്യും? അമ്മന്റെ പണി ചെയ്ത് കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? അപ്പൊ അമ്മ പോയി കുളിച്ചിട്ട് വരാം. തങ്കം TV കണ്ടിട്ടിരിക്കൂ. അമ്മന് വേണം. അതൊക്കെ ശരി. പോയി അമ്മ നാറും. പണി ചെയ്തതല്ലേ. അവിടെ പോയിരിക്കും. അമ്മ കുളിച്ചിട്ട് വരാം. ഓക്കെ, ഇവിടെ ഇരിക്കും. അമ്മ കുളിച്ചിട്ട് വരാം. അപ്പൊ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഗൈസ്. സമയം 7:15 സോ ബാക്കി എന്ത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓവൻ പോയി പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. അപ്പോഴേ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് 8 മണിയാകുമ്പോഴത്തേനും രാവിലെ ഏട്ടൻ വരും. അപ്പോഴത്തേനും ഡിന്നർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും അത് പോയി പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഇവിടെ സമ്മറാണ്. സോ സൺസെറ്റ് ഒക്കെ 9:30 ആവുമ്പോഴാണ് സൺസെറ്റ്. അതുകൊണ്ട് ഇപ്പൊ 7:15 ഇരുട്ടൊന്നും ആയിട്ടില്ല. ഇതാണ് ഇവിടെ. എന്ത് ചെയ്യുവാ? ചാടാണോ? ചാട്. അപ്പൊ ഞാൻ എന്റെ പണി ഡ്രസ്സിലോട്ട് മാറിയിരിക്കുകയാണ് ഗൈസ്. വേറെ ഒന്നല്ല, ഇവിടെ കിച്ചണിൽ എക്സോസ്റ്റ് ഇല്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ഭയങ്കര മസാല മണമായതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് മസാല മണം ഇഷ്ടമില്ലാത്തത് കൊണ്ടും നമ്മൾ ആ കുക്ക് ചെയ്യുമ്പം ഇട്ട ഡ്രസ്സ് ഇട്ട് ഇപ്പം ഷീറ്റിലോ ഒക്കെ നമ്മൾ ഹൗസിലൊക്കെ പോയിരിക്കുമ്പോൾ അവിടെയൊക്കെ മണം വരും. അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അവർക്കൊന്നും അത് ഇഷ്ടമാവില്ല എന്നുള്ളത് കൊണ്ട് കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ മാത്രം ഞാൻ വേറെ ഡ്രസ്സ് ഇടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി മാറ്റും. സോ ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ, തങ്കത്തിന് ഗ്രിൽഡ് ചിക്കൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവൾക്ക് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാം പോകണം. ഇവിടെ റെഡി ടു ഈറ്റ് ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ചിക്കൻ ഗ്രിൽ ചെയ്യാനും നമ്മൾ വെച്ചിട്ടുണ്ട്. യമ്മി യമ്മി ചിക്കൻ ഗ്രിൽ ചെയ്തത്. ഒരാളെ ഹെയർ കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പോയി നോക്കിയാലോ. അങ്ങനെ 45 മിനിറ്റ് അതിൻ്റെ ഉള്ളിലിരുന്ന് നമ്മളുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിന്നർ. എന്തോ ഒരു സീരീസ് കണ്ടുകൊണ്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കുവാണ്. സമയം 9:30. Good night.